ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പേരൂർക്കടയിലെ പോലീസിന്റെ ക്യാമ്പ് ഓഫീസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA രാവിലെ 10 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പിന്നീട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിന്റെ പേരൂർക്കട ആശുപത്രിയിലെത്തിച്ച് ശേഷി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ഒരു ജീവിതാവസാനം വരെ തുടരുന്ന ഒരു ലൈഫ് ലോങ് റിലേഷൻ ആണ് എന്ന് താൻ ഉറപ്പ് നൽകിയിരുന്നില്ല ഈ പരാതിക്കാരിക്ക് എന്നാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തത്. അതിന് പിന്നിലൊരു മാനിപ്പുലേഷൻ ഉണ്ട്. അത് തനിക്കെതിരായി നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതെന്നും കൂടി അന്വേഷണ സംഘത്തോട് രാഹുൽ മങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തി. അതേസമയം തൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ പാസ്വേഡ് തൻ്റെ മുമ്പിൽ നിന്ന് ഫോൺ പരിശോധിച്ചാൽ മാത്രമേ പറഞ്ഞു തരികയുള്ളൂ എന്ന നിലപാടിലാണ് രാഹുൽ. കാരണം തനിക്ക് അനുകൂലമായ തെളിവുകൾ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടും എന്ന നിലപാടിലാണ് രാഹുൽ ഉള്ളത്. ഒരുപക്ഷെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരമൊരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഫോണുകൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഫോണുകൾ കൂടി പിടിച്ചെടുത്തത്. അന്നും പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ കൂടി ഈ ചോദ്യം ചെയ്യലടക്കം തുടരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഒരുപക്ഷെ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സമീപനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് കൃത്യമായി കോടതിയെ അറിയിക്കാനുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. അതേസമയം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് അതിനെ സമ്മർദ്ദം ചെലുത്തിയോ എന്നതടക്കമുള്ള നേരത്തെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതോടൊപ്പം ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനായി. മൂന്നാമത്തെ ഉപാധി ഫോൺ ഹാജരാക്കണമെന്നായിരുന്നു. പക്ഷേ അത് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനോട് പൂർണ്ണമായും വിയോജിപ്പ് കാണിക്കുന്നു. ഈ ഫോൺ എവിടെയുണ്ടെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? അതിലെ പാസ്വേഡ് കൈമാറുക മാത്രമല്ലല്ലോ, ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടോ? അത് അന്വേഷണ സംഘത്തിന് കൈമാറാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് പറയുന്ന ന്യായം എന്താണ്?